നമസ്കാരം. ഈ വർഷത്തെ ചന്ദ്രഗ്രഹണം മാർച്ച് 14-നാണ്. അന്നേ ദിവസം തന്നെയാണ് ഹോളിയും. ചന്ദ്രഗ്രഹണം രാവിലെ 9:29 ആരംഭിച്ച് ഉച്ചയ്ക്ക് 3:29 അവസാനിക്കുന്നതുമാണ്. ഇന്ത്യയിൽ ചന്ദ്രഗ്രഹണം ദൃശ്യമായില്ല എങ്കിൽ പോലും പല വിധത്തിലുള്ള അനുകൂലമായ പ്രതിഫലനങ്ങളും ചില രാശിക്കാരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാണ്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ, ശുഭകരമായ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുക എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യവും ഓർക്കുക. ആദ്യത്തെ രാശി വൃശ്ചികം രാശിയാകുന്നു. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർ. വൃശ്ചികം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഗ്രഹണയോഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും ജീവിതത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ പോലും അതൊരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുകയും അനുകൂലമായ ഫലങ്ങൾ, ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ആരംഭിക്കുകയും ചെയ്യും. ജീവിതത്തിൽ പല വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. വീട്ടിൽ സമാധാനം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. വീട്ടിൽ സമാധാനവും അനുകൂലമായ കാര്യങ്ങളും വർദ്ധിക്കും എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. കൂടാതെ ഈ സമയം കലഹങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതും. പല വിധത്തിലുള്ള പിരിമുറുക്കങ്ങളും ടെൻഷനുകളും ഉണ്ട് എങ്കിൽ പോലും അതെല്ലാം ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാനും മുന്നോട്ട് പോകുവാനും സാധിക്കും. പല കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. ആരോഗ്യപരമായ കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളും കടന്നു വരും. പണം, കടം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ടിരിക്കുന്നതായ ആ പ്രയാസങ്ങൾ തരണം ചെയ്ത് പണം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പണം നേടിയെടുക്കുക, നൽകിയിരിക്കുന്നതായ പണം നിങ്ങളെ കൈവശം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. അനാവശ്യമായ ചിലവുകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ ഒരു പരിധി വരെ സാധിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ, പ്രധാനമായും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങളാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക. പണം കൈകളിൽ നിൽക്കുന്നതായ സാഹചര്യമോ, പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുന്നതായ സാഹചര്യമോ വന്നു ചേരാം. വിദ്യയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ, മനസ്സിനെ അലോസരപ്പെടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുക, അത്തരം തർക്കങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. ഇവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് ചന്ദ്രഗ്രഹണം മുതൽ പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. ഈ സമയം മാനസികപരവും ശാരീരികപരവുമായ പല പ്രശ്നങ്ങളും, അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. പല വിധത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവരാണ് നിങ്ങൾ. ആ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക, ശുഭകരമായി ഭവിക്കുക, തന്മൂലം അത് നേട്ടങ്ങൾക്ക് കാരണമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യം പ്രധാനമായും ഓർക്കുക. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. സുഖ സൗകര്യങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുകയും സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യാം. കലഹങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വിധത്തിലുള്ള പിരിമുറുക്കങ്ങളും ടെൻഷനുകളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. അനാവശ്യമായ പ്രതിവാദങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ആരോഗ്യ പ്രശ്നങ്ങൾ
നിങ്ങൾക്ക് ഒരു പരിധി വരെ ഒഴിവാക്കുവാനും ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാനും സാധിക്കും. ആരോഗ്യപരമായ പുരോഗതി ജീവിതത്തിലേക്ക് വന്നു ചേരാം. കടം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ളതായ പ്രശ്നങ്ങൾ, പണം ലഭിക്കാത്തതായ സാഹചര്യം, കൂടാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ പണം അത് സഹായമായോ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വരും എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന കാര്യം പ്രധാനമായും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതാണ്. പിന്തുണ പല കാര്യങ്ങളിലും ആർജിച്ചെടുക്കുവാൻ സാധിക്കും. പൊതുവിൽ ധനപരമായ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രക്കാരാണ് ചിങ്ങം രാശിയിൽ വരുന്നത്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യങ്ങൾ പോലും ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കുന്നു എങ്കിൽ പോലും അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അധ്വാനം കൂടാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. മുൻപ് കഠിനാധ്വാനം ചെയ്തതായ പല കാര്യങ്ങളും ഇപ്പോൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ പ്രതീക്ഷിക്കുന്നതായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം, പഠനവുമായി ബന്ധപ്പെട്ട്, അതല്ല നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിൽ, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ നൽകുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കുറയുന്നതായ സമയമാകുന്നു. അത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സാമ്പത്തികമായി തകരുന്നതായ സാഹചര്യങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നും കരകയറുവാൻ അല്ലെങ്കിൽ അല്പം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സന്തോഷം ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമായ അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. ഏകാഗ്രത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയമാകുന്നു. ഭാവിയെക്കുറിച്ച് പല തരത്തിലുള്ള ആശങ്കകളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എടുത്തിരിക്കുന്നതായ തീരുമാനങ്ങൾ അത് ഉചിതമായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. കഷ്ടകാലം ഒരു പരിധിവരെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. സുഖ സൗകര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുകയും സ്വസ്ഥതയും സമാധാനവും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. മാനസികപരമായ പിരിമുറുക്കങ്ങൾ, ടെൻഷൻ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ആരോഗ്യപരമായ കാര്യങ്ങൾ, ആരോഗ്യപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പണം കൈകളിലേക്ക് തിരികെ വരുന്നതായ സാഹചര്യം, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതോ ലഭിക്കേണ്ടതോ ആയ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുകയും ഭാഗ്യം നിങ്ങൾക്ക് തുണയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കുക തന്നെ ചെയ്യും.